സി കെ ജാനുവിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സി കെ ജാനു എന്നത് ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ സി കെ ജാനുവിനെ ഒപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളത് പണ്ട് തന്നെ ഇടതുമുന്നണിയോ അല്ലെങ്കിൽ UDF ഇവിടെ ചെയ്യേണ്ടതായിരുന്നു. BJP ആ NDAയുടെ ഭാഗമാക്കിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. മാത്രമല്ല, അവർ പ്രസംഗിക്കാവുന്നിടത്ത് മുഴുവൻ BJP പ്രസംഗിച്ച് നടത്തുന്നുണ്ട് സി കെ ജാനു ഞങ്ങളുടെ കൂടെയാണ്. പക്ഷേ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ആ സമൂഹത്തിന് കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ സി കെ ജാനുവിനെ മുൻനിർത്തി നടത്താൻ BJPയും കേരളത്തിൽ അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PV അൻവറിന് വേറെ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. സനീഷ് നേരത്തെ പറഞ്ഞ പോലെ സതീശൻ അടക്കമുള്ളവരല്ല, VD സതീശൻ ഒറ്റയാളാണ് ഈ സിംഹത്തിൻ്റെ പല്ല് രണ്ടും ഊരി മാറ്റി വെച്ചിട്ട് മുന്നണിയിലേക്ക് കുപ്പിയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കാൻ തന്നെയുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയധികം സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടാണ് PV അൻവർ ഇങ്ങനെ പദം വന്ന് UDFിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉറച്ചിക്കാനാണ്. ഇനിയിപ്പോൾ NCPയിൽ പ്രശ്നമുണ്ട്, കുട്ടനാട് പ്രശ്നമാണ്. ഇടതുമുന്നണി അത് ഏറ്റെടുക്കുമോ എന്നതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഇനി ഇപ്പുറത്ത് കേരള കോൺഗ്രസ് എസ്സിൽ നിന്ന് 400 പേര് കഴിഞ്ഞ ദിവസം രാജിവെക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 പേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേരള കോൺഗ്രസിൻ്റെ. എന്നാൽ പോലും 400 പേര് രാജിവെക്കുന്നു എന്നൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ എല്ലാ ചെറു പാർട്ടികളിലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതെല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അതങ്ങനെ സംഭവിക്കുന്നതാണ്. അതിൻ്റെ പൊട്ടിത്തെറികൾ ഇനി നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഇന്നിപ്പോൾ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വന്നു. സ്വാഭാവികമായും എല്ലാവരും ഇവിടെ UDFിനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നൊരു മേയർ വേണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയരുമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ദീപ്തി മേരി വർഗീസിനെ പോലെ മുതിർന്ന ഒരു നേതാവ്, നമ്മളിപ്പോൾ ഒരു ചർച്ചയ്ക്ക് ഒരാളെ വേണമെങ്കിൽ കോൺഗ്രസ് ദീപ്തി മേരി വർഗീസിനെ വിളിച്ചാലേ കിട്ടൂ. അതായത് അവിടെ അത്രയ്ക്ക് പവർഫുള്ളായി അവരിയ്ക്കുന്നു എന്നുള്ള പ്രതീതി നിലനിൽക്കുമ്പോഴാണ് ദീപ്തി മേരി വർഗീസിനെ നിഷ്കരുണം വെട്ടി മാറ്റിയിട്ട് മറ്റു 2 പേർക്ക് അവസരം വീതിച്ച് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. അപ്പോൾ ഈ തീരുമാനങ്ങൾ, ഇത്തരം തീരുമാനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ സാമുദായിക വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താനോ അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന പഴയ കോൺഗ്രസിനെ അല്ലെങ്കിൽ പഴയ UDFിനെ തന്നെയാണ് ഇനിയും പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഇനിയെങ്കിലും ഈ കോൺഗ്രസ് ഈ പൊതുസമൂഹത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ തന്നെ പിന്തുണയുമായി ദീപ്തി മേരി വർഗീസിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തുന്ന കാഴ്ച കണ്ടു. ധാരാളം കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകൾ ആ നിലയ്ക്ക് ചർച്ച തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒന്നും സൃഷ്ടിക്കാതിരിക്കുകയാണ് കോൺഗ്രസ് വേണ്ടത്. കാരണം വളരെ ഈസി വാക്ക് ഓവർ അല്ല മുന്നിലുള്ളത്.